ഹായ്, പലതരത്തിലുള്ള ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. നമ്മളൊക്കെ തിരക്ക് പിടിച്ച് പോകുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. കുറച്ച് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി ചിക്കൻ മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണേ. രാവിലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ നല്ലോണം പൊരിച്ചെടുക്കുക. പിന്നീട് കുറച്ച് ഉള്ളി, ഞാൻ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തക്കാളി കുറച്ച് കൂടുതലാണ് എടുക്കേണ്ടത്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ പൊരിക്കാൻ വെച്ച ചിക്കനൊക്കെ ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് അരച്ച് വെച്ച ഉള്ളി തക്കാളിൻ്റെ കൂട്ടില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം പതച്ച് വന്നതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് ടൈം വെക്കണം. ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലായിട്ട് വരും. കുറുകി വരുമ്പോഴേക്കും ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും നൈസ് പത്തിരി, നമ്മുടെ നെയ്പ്പത്തിരി, എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പം നമുക്ക് കഴിക്കാം. ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് ഈ ചിക്കൻ കറി കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.